ഒരു കുഞ്ഞ് സ്പീക്കർ എത്രത്തോളം നന്നാവാം അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഫ്യൂസ് പൈൻറ്റ്, അതായത് JBLലേക്ക് ഒരു സബ് ബ്രാൻഡ്. നമുക്കറിയില്ല, ഹാർമണി അറിയാം. അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു സ്പീക്കറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുവിധപ്പെട്ടവരും വിശ്വസിക്കില്ല അല്ലേ? അപ്പോൾ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ആമസോണിലുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 799. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരു 799 റേറ്റിനുള്ള ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്, അതറിയണ്ടേ? അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സ്പീക്കറിൻ്റെ ആദ്യം നമുക്ക് സ്പെസിഫിക്കേഷൻസ് തുടങ്ങാം അല്ലേ. 2.5 watts ആണ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ പവർ വരുന്നത്. അതേപോലെ തന്നെ 5 hour ആണ് ഇവർ പറയുന്നത് പ്ലേ ബാക്ക് ടൈം പറയുന്നത്. അത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ ഒരു സ്പീക്കർ ആയത് കാരണം അവർ പറയുന്നത് 60 to 70% വോളിയത്തിൽ 5 hours വരെ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. പിന്നീടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ബാസ് ഇക്വലൈസേഴ്സും മോഡൊക്കെയുണ്ട്. അതായത് ഇതിനകത്ത് ആകെപ്പാട് ഒരു ബട്ടണേ ഉള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ബട്ടണിൽ തന്നെയാണ് നമുക്ക് എല്ലാം ഉള്ളത്. അപ്പോൾ വോളിയം കൺട്രോൾസ് ഒന്നും ഈ ചെറിയ സാധനത്തിൻ്റെ അകത്ത് ഇല്ല, അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഈ സാധനത്തിൻ്റെ അകത്തുള്ള ബാസ് നമുക്ക് എന്താ പറയുക, ഒരു നോർമൽ മോഡുണ്ട്, പിന്നെ ഡീപ്പ് ബാസ് എന്ന് പറയുന്ന മോഡുണ്ട്. ഡീപ്പ് ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള പവർ ബട്ടണിൽ 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാസ് ഇതിനോട് കൂടെ. അപ്പോൾ ബാസ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെറിയ സാധനം. എന്തായാലും നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് നമുക്കിതൊന്ന് തുറന്നു നോക്കാം അല്ലേ. നമുക്ക് കത്തിയെടുത്ത് നമുക്ക് ഇത് സ്റ്റീലൊന്ന് പൊട്ടിക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു QR കോഡ് നിങ്ങൾ കാണും. ഈ QR കോഡ് സ്കാൻ ചെയ്താണ് നമുക്ക് വാറണ്ടി ഇത് ചെയ്യുന്നത്. അപ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ അതൊന്നും നോക്കി മേടിക്കുന്നത് എന്തായാലും അത്ര റേറ്റ് കൊണ്ട് തന്നെ നമുക്കറിയാം. നമുക്ക് എന്തായാലും ഇവിടെ ഒരു സ്റ്റീലുണ്ട്, അതൊന്നും നമുക്ക് എന്തായാലും പൊട്ടിക്കാം. ഓക്കെ, സ്റ്റീൽ നമുക്കിനി ഈ സാധനം ഒന്ന് തുറക്കാം. പോരട്ടെ. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കണേന് സ്പീക്കർ ഒന്നും കൂടെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ താഴത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം തന്നെ കിട്ടുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. എന്തായാലും നമുക്ക് വേണ്ട. പിന്നീടുള്ള ഒരു ചാർജിങ് കേബിളാണ്, മൈക്രോ USB കേബിളാണ്, അതും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട സാധനം അപ്പോൾ നമ്മുടെ സ്പീക്കറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇതിൽ ഇനി എന്താ കവർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അത് തുറന്ന് നമുക്ക് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ സാധനം. എൻ്റെ കൈയാണ് ഈ കാണുന്നത്. ഇപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണം? കൈ വെച്ച് തന്നെ തൽക്കാലം കമ്പയർ ചെയ്യാം. ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു കയ്യിൽ, എൻ്റെ കൈ വളരെ ചെറുതാണ്, അപ്പോൾ ആ കയ്യിൽ ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സൈസ് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഫ്രണ്ടിലുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്ലോത്താണ്, ബാക്ക് പ്ലാസ്റ്റിക് ആണ്, നോർമൽ പ്ലാസ്റ്റിക് ആണ്. ഇതാണ് നമ്മുടെ ഒരു ബട്ടൺ ഉള്ളത്. പിന്നെ ചാർജിങ് പോർട്ട് ഇവിടെ കാണാം. ഫ്രണ്ടിലുള്ളത് ഇൻഫിനിറ്റിയുടെ ലോഗോ. പിന്നെ അതിൻ്റെ താഴെ ലാൻഡ് യാർഡ്, അതായത് മറ്റേ സ്ട്രാപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടാണ്. നമുക്ക് അവിടെ കൂടെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാം. എന്തായാലും സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് തന്നിരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ സ്വന്തമായിട്ട് സ്ട്രാപ്പ് ഇടണമെന്നായിരിക്കും. ഇത്രയൊന്നും പൈസ കൊടുത്തപ്പോൾ സ്ട്രാപ്പും കൂടെ കൊടുക്കാമായിരുന്നു. എന്തായാലും നമുക്ക് സ്പീക്കർ എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലേ. ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്പീക്കർ ഓൺ ആയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഫോണിൽ പോയിട്ടൊന്ന് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് നമ്മുടെ പഴയ പാട്ട ഫോണാണ്. പാട്ട ഫോൺ എന്ന് പറയാൻ പറ്റില്ല, ഇറങ്ങിയ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും പാട്ട ഫോണാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോവാം. ബ്ലൂടൂത്ത് എവിടെ? ഓക്കെ, ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. ബ്ലൂടൂത്ത് മെനുവിൽ പോയിട്ട് നമുക്കൊന്ന് നോക്കാം. സെറ്റിങ്സിൽ പോവാം. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഫ്യൂസ് പൈൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഫിനിറ്റി ഫ്യൂസ് പൈൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്റ്റായി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കോളും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്നും എന്തായാലും ഉപയോഗിക്കുന്നില്ല. ഇതിൽ നിന്ന് എടുക്കുന്നതല്ല, നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. സ്പീക്കറിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. ഇതിന് മൈക്ക് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് കാണുന്നതിൻ്റെ അവിടെ തന്നെ ഒരു താഴെ ഒരു മൈക്കും ഉണ്ട്. അപ്പോൾ മൈക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വോളിയം കൺട്രോളും കാര്യങ്ങളും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സൗണ്ട് ഒന്ന് പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഉള്ളത് നമ്മുടെ നോർമൽ മോഡിൽ വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്തത് നമുക്ക് സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ മോഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വോളിയം ഒരു ഏകദേശം ഒരു 60% എടുത്ത് വെക്കാം അല്ലേ.
എന്നിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നോർമൽ മോഡലായിരിക്കുന്നത്. നമുക്കൊരു ഇത്രയും കൂടെ സൗണ്ട് കൂട്ടാം. ഇപ്പോൾ ഏകദേശം ഒരു 90% അടുത്തായിട്ടുണ്ട് സൗണ്ട്. ഒന്ന് കുറക്കാം. തൽക്കാലം ഇതിലിരിക്കട്ടെ. ഇതിപ്പോൾ നോർമൽ മോഡാണല്ലോ ഇത്. ഫുള്ള് നോക്കണം. ഇതാണ് ഫുള്ള് അത്ര എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊന്ന് കുറക്കാം. ഒരു ഡൗട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലേ ചെയ്തത് നോർമൽ മോഡിൽ തന്നെയാണ്. അപ്പോൾ ബേസിൻ്റെ വ്യത്യാസം ഇപ്പോൾ കണ്ടു. ഡീപ്പ് ബേസിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ exaggerated, that's what you assume. The story's over now, I must conclude. Normal. Deep bass. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇത്തിരി കോളുള്ള നമ്മുടെ കപ്പ് കേക്കിൻ്റെ അകത്തുള്ള സ്പീക്കറിൻ്റെ റിവ്യൂ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടത് അല്ലേ. ഞാൻ ഇനി കുറച്ച് കൂടുതൽ പറയണമെന്നില്ല. സൗണ്ട് ക്വാളിറ്റി പക്കയായിരുന്നു. അത്യാവശ്യം ഡീപ്പ് ബേസ് അടിപൊളിയായിരുന്നുള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഫോണുമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. മൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അത്ര യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റില്ല. മൈക്കിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നോർമൽ വിളിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഓൾമോസ്റ്റ് കുഴപ്പമില്ല. ഇപ്പോൾ ഉപയോഗിച്ചെടുത്തോളം നല്ല കാര്യങ്ങളാണ്. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ദിവസം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കൂടുതലൊന്നും പറയാനില്ല ഈ സ്പീക്കറിനെ കുറിച്ച്. അപ്പോൾ എന്തായാലും ഈ സ്പീക്കറിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിലിടുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, എല്ലാവരോടും ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഇത് മേടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മലയാളം ഒരു റിവ്യൂ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്കിത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഈ സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഞാൻ മാക്സിമം എന്താ പറഞ്ഞാൽ ഓഡിയോ ഒന്നും ബൂസ്റ്റ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കാരണം ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും ബൈ.